തിരക്കുകളിലൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഉമ്മ വിളിക്കലും അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ ബോധിപ്പിച്ച് എന്നോട് പറഞ്ഞു. എനിക്കും ഒരുപാട് സങ്കടമായി. അപ്പോൾ നിങ്ങൾ ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കി. ഹലോ, എന്റെ മോള് മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിപ്പോ. ഞാൻ ഓല് തെളിവെടുപ്പിനാന്ന് പറഞ്ഞ 3 ഫോണോ ഓല് കൊണ്ടുപോയിട്ട് എനിക്കൊരു കേസിനോ കൂട്ടത്തിനോ കറളിനോ ഒന്നും ആവില്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ല. കാരണം ആ ഫോണിന് ഞങ്ങൾക്ക് ആ ഫോൺ കിട്ടിയാൽ എന്റെ കുട്ടീനെ എനിക്ക് ജീവനോടെ കാണണമെങ്കിലും ജീവനോടെ കാണുന്ന തുല്യാണ് ആ ഫോൺ കിട്ടിയാൽ. ഓളെ വീഡിയോസ് ഓളെ ഫോണൊന്ന് കണ്ട് ഓളെ ഫോട്ടോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കെഞ്ചി ഓരോ കാലത്ത് ചോട്ടുക എത്ര പ്രാവശ്യിച്ചിരുന്നു. ഓല് പറഞ്ഞപ്പോ മണ്ണിട്ട് പോയിക്കുന്നു, അതിനൊന്നും യാതൊരു തുമ്പും പാലും ഇല്ല എന്ന് അവര് പറഞ്ഞു. എന്തൊരു അവസ്ഥയല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ. തിരൂരങ്ങാടി സ്റ്റേഷനിലെ പോലീസുകാരാണ് അത് പറഞ്ഞത്. ഞാൻ പറയാം, വിഷയത്തിലേക്ക് വരാം. ഒരു മകൾ നഷ്ടപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ മാതാവാണത്. ലഹരിക്ക് അടിമപ്പെട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ പ്രണയിച്ചു വീഴ്ത്തി അവളെയും ലഹരിക്ക് അടിമപ്പെടുത്തി അവളെ മരണത്തിന് വിട്ടുകൊടുത്ത് കൊല ചെയ്യപ്പെട്ട് അവളെ കൊന്നതാണ്. അവളെ കൊന്ന ലഹരിക്ക് അടിമപ്പെടുത്തി കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ മാതാവാണത്. ഒരു പൊന്നുമോളുടെ മാതാവാണ് ഇപ്പൊ സംസാരിച്ചത്. വല്ലാത്ത സങ്കടം തോന്നി, എനിക്ക് സങ്കടം തോന്നി കേട്ടപ്പോൾ. അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ വരുന്നുണ്ട്, അപ്പം കുറെ പെൻഡിങ്ങിലുണ്ട്. നമ്മൾ കഴിയുന്ന പോലൊക്കെ നമ്മൾ അവരെ സഹായിക്കും. അപ്പോൾ ഇവരുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ, അതായത് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. പണ്ടാരോ പറഞ്ഞ മാതിരി പണത്തിന് മീതെ ഒരു പരുന്തും പറക്കൂല എന്ന് പറഞ്ഞ പോലെ ഈ കൊല ചെയ്യപ്പെട്ടെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ കൊലക്ക് കാരണമായ ആ കുട്ടി മരിക്കാനിടയായ കാരണക്കാരനായ വ്യക്തി ഒരു 41 ദിവസം കൊണ്ട് ഇന്നും നാട്ടിൽ സുഖജീവിതം നയിക്കുന്നുണ്ട്. അത് നമ്മുടെ നിയമത്തിന്റെ കുഴപ്പമില്ല, ചില നിയമപാലകരുടെ കുഴപ്പമാണ്. ഏകദേശം 3 വർഷം മുമ്പ് മലപ്പുറം തിരൂരങ്ങാടിയിൽ ഈ ഉമ്മ പറയുന്നുണ്ട്, എന്റെ മക്കളെ ഞാൻ വളർത്തിയത് ചെറുപ്പം തൊട്ടേ ഇവർക്ക് വാപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാപ്പ നഷ്ടപ്പെട്ട് ഇവരെ എത്തിങ്കാനയിലൊക്കെ വളർത്തി വലുതാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് അത്ര ഈ മക്കളെ, 2-3 മക്കളുണ്ട്, ഒരു ആൺകുട്ടി 2 പെൺകുട്ടിയാണെന്ന് പറഞ്ഞു, ഈ മക്കളെ വളർത്തിയത്. അങ്ങനെ ഒരു അവരുടെ വിദ്യാഭ്യാസം പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മൂത്ത പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞു, ഉമ്മച്ചി ഇനി നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ, നാട്ടിൽ തന്നെയുള്ള തിരൂരങ്ങാടിയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയ മോളാണ്. അവൾക്ക് എന്താ സംഭവിച്ചത്? അടുത്തുള്ളൊരു പയ്യൻ, ഞാൻ വിശദമായിട്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അടുത്തുള്ളൊരു പയ്യന്, അടുത്ത കടയിൽ ഒരു കൂൾബാറിൽ ജോലി ചെയ്യുന്നൊരു പയ്യന് അവളെ നിരന്തരം ശല്യപ്പെടുത്തി പ്രണയം എന്നൊക്കെ പറഞ്ഞ് നന്നായി ഒലിപ്പിച്ച് നടന്ന് കുറെ അവള് വീട്ടിലൊക്കെ പരാതി പറഞ്ഞിരുന്നു. പിന്നീട് അതെന്തോ പ്രണയത്തിലേക്ക് വഴിമാറിപ്പോയി. അങ്ങനെ അവർ പ്രണയിച്ച് കുറച്ചു കാലം പ്രണയിച്ച് ഒരു 5-6 മാസത്തെ പ്രണയത്തിന് ശേഷം ഈ മാതാവും ഇവരുടെ വീട്ടുകാരും കൂടെ ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം അന്വേഷിക്കാൻ ചെന്നപ്പോ, കല്യാണാലോചനയായിട്ട് ചെന്നപ്പോ ആ പയ്യന്റെ ഉപ്പ പറഞ്ഞത്ര, ഞങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കി പിണ്ടം വെച്ച പയ്യനാണ്, നിങ്ങൾ കെട്ടിച്ചു കൊടുത്ത് മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. അന്നു മുതൽ ആ ഉമ്മ അവരന്ന് തിരിച്ചു വന്നിട്ട് മോളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മോൾക്ക് ഒരിക്കലും അവനല്ലാതെ വേറൊരാളെ വേണ്ടെന്ന് പറയുന്നത്. അന്നു മുതൽ ഈ ഉമ്മ ആ മോളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ പെരുമാറ്റങ്ങളും ഒരുപാട് വല്ലാത്ത മാറ്റങ്ങളാണ് അവൾക്ക് ഉണ്ടായത് അത്ര. അത് മറ്റൊന്നുമല്ല, MDMA എന്ന ഇത്രയും മാരകമായിട്ടുള്ളൊരു മയക്കുമരുന്നിന് അടിമയായിരുന്നു അത്ര അവള്. ഈ പയ്യന് അവളെ കൊണ്ടു നടന്ന് പ്രണയത്തിന്റെ പേരും പറഞ്ഞ് ആ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു സഹോദരിമാര്, ഇത് നിങ്ങളെ മക്കള്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുഞ്ഞു മക്കള് നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രണയിച്ചോ, അതിനൊന്നും ഞാൻ എതിരോ ഞാൻ പറയാനോ ആളല്ല, ഞാനും പ്രണയിച്ചിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ കഴിക്കേണ്ട ഒരു പലഹാരമൊന്നുമല്ല ഈ പ്രണയവും വിവാഹവും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പോറ്റാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവളിൽ നിന്ന് ഇങ്ങനെ അകലാൻ തുടങ്ങിയത്രേ. അപ്പോഴേക്ക് ഇവൾക്ക് വല്ലാത്ത വിഷമങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലും ഈ ഉമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരികയാണ്. കോഴിക്കോട് നിന്ന് ഇവൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും ഇവനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു. അന്ന് മുതൽ അവൾ മാനസികമായിട്ട് ആകെ തകർന്ന് അവളുടെ ഹോസ്പിറ്റലിൽ ചികിത്സയായി
ചികിത്സയിലായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അവളുടെ തുടയുടെ ഭാഗം മാത്രം ഒഴിച്ച്, ഈ ഉമ്മയൊക്കെ കണ്ടതാണ് അത്ര നേരിട്ട്, അതായത് തുടയുടെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും അഷ്കർ അലി എന്നുള്ള ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാം ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞിട്ടുണ്ട്. ഈ ലഹരി കിട്ടാതിരിക്കുമ്പോൾ അവൾ വരഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ അവളുടെ പുറം ഭാഗത്തൊക്കെ, അതായത് അവൾക്ക് വരയ്ക്കാൻ കഴിയില്ലല്ലോ. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ആയിപ്പോയി, ഒരു വിചിത്രമായിട്ടൊരു കേസായി തോന്നി. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് എത്രത്തോളം വിഴുങ്ങിയിട്ടുണ്ടെന്ന് സത്യം പറയുകയാണെങ്കിൽ ഭയമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ അങ്ങനെ 5 ദിവസം ആശുപത്രി കിടന്നിട്ട് ആ മോൾ അവിടുന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കേസായി. പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ഇതപ്പോൾ ജുനൈദ് നമ്പിലത്ത് പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം തിരൂരങ്ങാടിയിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. അത് ലഹരിക്ക് അടിമപ്പെട്ട് അങ്ങനെ കൊല ചെയ്യപ്പെട്ടതാണ്. ഇപ്പം നിങ്ങളിത് ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ഒരു പെൺകുട്ടി ലഹരിക്ക് അടിമപ്പെട്ട് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ ഉമ്മാക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. പണത്തിൻ്റെ മേലെ പരുന്ത് പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പണത്തിൻ്റെ മുമ്പിൽ അവൻ നിഷ്പ്രയാസം പുറത്തിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഉമ്മാക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തട്ടെ. ഈ മോള് ദാരുണമായി കൊല്ലപ്പെട്ടതുപോലെ ഇനി ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ. ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഇനി ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ. എന്താ പറയുക, എനിക്കും 2 പെൺകുട്ടികളാണ്. അപ്പോൾ വളർന്നു വരുന്ന തലമുറകളാണ്. നാളെ എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ യുവതലമുറയുടെ പോക്ക് ലഹരിക്ക് അടിമപ്പെട്ട് ഒരു ഭ്രാന്തമായ രീതിയിലുള്ള പോക്കാണ് ഓരോ യുവതലമുറകളുടെയും പോക്ക്. ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1-2 പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മുക്തി ലഭിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ യുവതലമുറ പല രീതിയിലാണ് ലഹരിക്ക് അടിമപ്പെടുന്നത്. ഇപ്പോൾ ആ ഉമ്മാക്ക് ആ ഒരു പൊന്നു മോളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മോൾക്ക് നീതി ലഭിക്കണ്ടേ, ആ ഉമ്മാക്ക് നീതി ലഭിക്കണ്ടേ? അപ്പോൾ അവൻ ഇപ്പോൾ പണം എല്ലാം കൊടുത്ത് സുഖമായിട്ട് വിലച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജുനൈദ് നമ്പിലത്ത് പറയുന്ന കുറച്ച് വാക്കുകൾ കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഒന്ന് കേട്ടു നോക്കൂ. പക്ഷെ ആ കൊലയാളി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട്. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുള്ള ഒരു ആവത് ഞങ്ങൾക്കില്ല. അതുപോലെ ആ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അനിയത്തിക്കുട്ടി അതന്നെ പറയുന്നത്, ആ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവളുടെ ഒരുപാട് ഫോട്ടോകളും അവരുടെ വീഡിയോകളും അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ അതിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് പറയാനുള്ളത്, കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ആ ജനവാതിൽ അങ്ങ് അടക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാം. എൻ്റെ മാതാപിതാക്കളോട് നിങ്ങളെ മക്കളെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിപ്പിക്കണം. ഇനിയൊരു കുഞ്ഞു മോളും ഈ ഒരു അവസ്ഥയിൽ എത്താതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആ ഉമ്മാനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ ഒരാകാശം കരയുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിരിക്കുക തന്നെ ചെയ്യും. മരിച്ചവരെ ഏതായാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. പക്ഷേ എന്നാൽ കഴിയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് ഞാൻ ചെയ്തു തരും. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഫിലോസഫി പറഞ്ഞാലും പണത്തിന് പണം തന്നെ വേണം. പക്ഷെ മനുഷ്യത്വം, സ്നേഹം, കരുണ ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്തുന്നതും ഈ പണത്തിന്റെ പവറാണ്. അപ്പൊ പണം ഇല്ലാത്തവന് ഒരു നീതിയും പണമുള്ളവനൊരു നീതിയും അങ്ങനെ തൽക്കാലം വേണ്ട. ഒരു ചൊല്ലുണ്ടല്ലോ, പണം ഇല്ലെങ്കിൽ പിണത്തിന് തുല്യമെന്ന്. ആ ഒരു ഗതിയാണ് ആ ഉമ്മാക്ക് വന്നത്. ഒരുപാട് കയറി ഇറങ്ങാത്ത ആ ഉമ്മ കേസും ഇതൊക്കെ കൊടുക്കാൻ പോയപ്പോൾ ജുനൈദ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ആ പോലീസ് പറയുകയുണ്ടായത്. എന്ത് തന്നെയാണെങ്കിലും ആ ഉമ്മാക്ക് നീതി ലഭിക്കണം, നീതി ലഭിക്കുക തന്നെ ചെയ്യണം. പണം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീതി ലഭിക്കാതിരിക്കണം എന്നാണോ? പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും നീതി ഒരുപോലെയാണ്. പണം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും നീതി ഒരുപോലെയാണ്. ആ ഉമ്മാക്കും എന്തായാലും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലഹരി നമ്മെ മാത്രമല്ല നമ്മെ ചുറ്റുമുള്ളവരെ പോലും വേദനിപ്പിക്കും. ഒന്ന് ഓർക്കണം, ലഹരി, മയക്കുമരുന്ന് ഇവയിൽ അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ഓർക്കണം, ലഹരിക്ക് ഒരിക്കൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് മുക്തിയില്ല. മയക്കുമരുന്നുകളുടെ ദുരുപയോഗം കൊണ്ട് ഒരു വിഭാഗം യുവതലമുറകൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെയായി മാറുന്നു ഇന്നത്തെ യുവതലമുറ. ഒരിക്കൽ മയക്കുമരുന്ന് ലഭിക്കാതെ വരുമ്പോൾ അവൻ ഭ്രാന്തനായി മാറുന്നു. അവൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. അവൻ ഉമ്മാനെയും ഉപ്പാനെയും പെങ്ങളെയും ഭാര്യയെയും പൈശാചികമായി കുത്തിക്കീറുന്നു. ഇതെല്ലാം ചെയ്ത് അവൻ സ്വയം ആനന്ദം കണ്ടെത്തുന്നു.
അവനക്ക് അറിയുന്നില്ല, ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകുമ്പോൾ അവൻ അറിയുന്നില്ല ഇത് എൻ്റെ രക്തമാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ പെങ്ങളാണ്, അതൊന്നും അറിയുന്നില്ല. അവൻ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരിയുടെ ഉപയോഗം കാരണം. അപ്പോൾ ഈ പെൺകുട്ടിക്കും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അവൻ ലഹരി കിട്ടാതെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരം മൊത്തം അഷ്കർ അലി എന്ന് എഴുതി വെച്ചു. ആ കുട്ടി സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് പുറത്തൊന്നും എഴുതാൻ കഴിയില്ല. നമുക്ക് കൈ പുറത്തോട്ട് എത്തില്ലല്ലോ, പുറത്തൊന്നും എഴുതാൻ കഴിയില്ല. അപ്പോൾ പുറത്തെല്ലാം അഷ്കർ അലി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ മോൾക്ക് നീതി ലഭിക്കണം. ലഹരിയുടെ ഉപയോഗം കൊണ്ട് യുവതലമുറ തന്നെ ആകപ്പാടെ മാറിപ്പോയിരിക്കുകയാണ്. സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അവരെ പിച്ചി ചീന്തുന്നു. ഇത് അകത്ത് കയറുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല. നമ്മൾ വേറൊരു ലോകത്താണ്. അത് കയറുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുമെങ്കിലും പിന്നീട് നമുക്കത് ആനന്ദമല്ല കിട്ടുന്ന ഒരു പൈശാചിക രൂപത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവതലമുറ എന്തായാലും ശ്രദ്ധിക്കണം. ഇപ്പോൾ യുവതലമുറകളാണ് ഒരുപാട് ഈ ഒരു ഇതിലേക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പെൺകുട്ടികളും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. പെൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളും ഈ ഒരു മാഫിയയിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പെൺകുട്ടി എല്ലാവർക്കും ഒരു പാഠമാണ്. ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും, ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രയോജനപ്പെടും, ഒരുപാട് ഉമ്മമാർക്ക് പ്രയോജനപ്പെടും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോകളും ഓരോ പെൺകുട്ടികളും കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ആർക്കും ഇങ്ങനൊരു ഗതി വരരുത്. ലഹരി, മയക്കുമരുന്ന് ഇതിൻ്റെ ദുരുപയോഗം കൊണ്ട് എത്ര ആളുകളാണ് ഇല്ലാതാകുന്നത്. ഇപ്പോൾ യുവതലമുറ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ. ആ ഉമ്മാക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. ജുനൈദ് നമ്പിലത്ത് ഈ ഒരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഓരോ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാവട്ടെ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.